ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആശ്രമം മൈതാനത്ത് നടന്നു. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാസേന, വനം വകുപ്പ്, NCC, റെഡ് ക്രോസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. പരേഡ് നയിച്ചവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ദേശസ്നേഹമുണർത്തുന്ന ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ധാരാളം പേർ ആശ്രമം മൈതാനത്ത് എത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് സജ്ജമാക്കിയ വോട്ട് വണ്ടി ജില്ലാ പര്യടനം ആരംഭിച്ചു. കന്നി വോട്ടർമാരെ ഉൾപ്പെടെ വോട്ടിംഗ് നടപടിക്രമം പരിചയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ ലക്ഷ്യമിട്ടാണ് വോട്ട് വണ്ടിയുടെ പ്രയാണം. ജില്ലാ കളക്ടർ N. ദേവിദാസ് വോട്ട് വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. സാംസ്കാരിക വകുപ്പും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ചെറുകഥാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമം എന്ന പേരിൽ ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി S. ശാരദക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. കഥയിലെ പെൺപക്ഷങ്ങൾ എന്ന വിഷയത്തിൽ കഥാകൃത്ത് തനുജ ഭട്ടതിരിയും ലിംഗപദവി രാഷ്ട്രീയം ചെറുകഥയിൽ എന്ന വിഷയത്തിൽ കഥാകൃത്ത് CS ചന്ദ്രികയും പ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ട സമർപ്പണാഘോഷം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലയുടെ 4 വർഷ ബിരുദ കോഴ്സിന്റെ സിലബസ്, സ്വയം പഠന സാമഗ്രികൾ, വീഡിയോ ക്ലാസുകൾ, പരീക്ഷാ നടത്തിപ്പ് മാനുവൽ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു. സങ്കര നേപ്പിയർ തീറ്റപ്പുല്ലിനമായ സുസ്ഥിരയുടെ വിളവെടുപ്പ് പട്ടാഴി പഞ്ചായത്തിൽ നടന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സുസ്ഥിരയ്ക്ക് പാലുത്പാദനവും പാലിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടാഴിയിൽ സുസ്ഥിരയുടെ പരീക്ഷണ കൃഷി നടത്തിയത്. നട്ട് 70ാം ദിവസമായിരുന്നു വിളവെടുപ്പ്. വിളവെടുത്ത സുസ്ഥിരയും നടിയിൽ തണ്ടുകളും ക്ഷീരകർഷകർക്ക് വിതരണം ചെയ്തു. തീറ്റപ്പുൽ ഉത്പാദനത്തിൽ ജില്ലയെ സ്വയം പര്യാപ്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് സുസ്ഥിരയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം വ്യാപിപ്പിക്കുന്നത്. മാതൃകാ കൃഷിത്തോട്ടം പദ്ധതിക്ക് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങൾക്കായാണ് മാതൃകാ കൃഷിത്തോട്ടം പദ്ധതി നടപ്പാക്കുന്നത്. ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, ഏത്തവാഴ കന്നുകൾ, കിഴങ്ങുവിളകൾ, നടീൽ വസ്തുക്കൾ എന്നിവ സംഘങ്ങൾക്ക് വിതരണം ചെയ്തു. കൊല്ലം കോർപ്പറേഷനിലെ BPL വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പുകൾ നൽകി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം കോർപ്പറേഷൻ പദ്ധതി ആവിഷ്കരിച്ച് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ബിരുദാനന്തര വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിലേക്ക് പരിഗണിച്ചത്. കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29,22,000 രൂപ പദ്ധതിക്കായി ചെലവിട്ടു. 75 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി. കാക്കോട്ടുമൂല ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ രുചിക്കൂട്ട് എന്ന പേരിൽ ഭക്ഷ്യോത്സവം സംഘടിപ്പിച്ചു. കുട്ടികൾ വീടുകളിൽ തയ്യാറാക്കിയെത്തിച്ച വിഭവങ്ങളാണ് ഭക്ഷ്യോത്സവത്തിൽ അവതരിപ്പിച്ചത്. വ്യത്യസ്ത രുചിവിഭവങ്ങൾ സ്കൂൾ വരാന്തയിൽ ക്രമീകരിച്ച ഡെസ്കുകളിൽ പ്രദർശിപ്പിച്ചു. രുചിച്ചു നോക്കാനും അവസരം നൽകി. തയ്യാറാക്കിക്കൊണ്ടുവന്ന വിഭവങ്ങളുടെ ചേരുവകളും പാചകരീതിയും കുട്ടികൾ ചാർട്ടിലെഴുതി പ്രദർശിപ്പിച്ചു. പെരുന്നാട് പഞ്ചായത്തിന്റെയും പെരുന്നാട് കൃഷിഭവന്റെയും സംയുക്ത സംരംഭമായ സുഗന്ധവിള ഉത്പാദക സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് പരിശീലനം നൽകി. സുഗന്ധവിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ 25 കർഷകർ പങ്കെടുത്തു. സുഗന്ധവിള ഉത്പന്നങ്ങൾ വിറ്റഴിക്കാൻ സ്ഥിരം വിപണന കേന്ദ്രം ഒരുക്കാനും സമിതി ലക്ഷ്യമിടുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.